ഗിൽഗാൽ നിന്ദയുടെ കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നു. The stone of reproach is removed. അധിക ആത്മാവിൻ്റെ ശക്തിയിൽ അനേക മക്കൾക്ക് കർത്താവ് ഇടയ്ക്കിടയ്ക്ക് വിടുതലിൻ്റെ ആത്മാവിനെ അയക്കാൻ അധികാരം തരും. അത് പരിശുദ്ധാത്മാവ് ഓരോ സമയത്ത് നമ്മളെ കൊണ്ട് ചെയ്യും. കുറേ വചനം പറഞ്ഞു കഴിയുമ്പം പിന്നെ ഒരു വിടുതലിൻ്റെ ശുശ്രൂഷയാണ്. അങ്ങനെ ഒരു വിടുതലാണ് ഇന്ന് വരുന്നത്. ഗിൽഗാൽ എന്ന് പറയുന്നതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ. നമുക്കറിയാവുന്ന ഒരു കൂട്ടുകാരി അയച്ചതാണ്, എൻ്റെ മകൾ, എന്നെക്കാട്ടി പ്രായം കുറഞ്ഞ മകൾ എഴുതി അയച്ചതാണ്. കർത്താവ് പറഞ്ഞ ഒരു വാക്യമാണ്, കർത്താവ് നിൻ്റെ നിന്ന മാറ്റിയിരിക്കുന്നു. മിസ്രൈമിൻ്റെ നിന്ന ഉരുട്ടിക്കളഞ്ഞ് നിന്നെ ഉയർത്തി ഗിൽഗാലാക്കിയിടുമേ. സർവശക്തൻ നിന്നെ വഴി നടത്തി സ്വർഗകനാനിൽ എത്തിക്കുമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെയാണ് ദൈവം വാക്യം കൊടുത്തത്. ഈ ഗിൽഗാലിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ജോഷുവായുടെ 4-ാം അധ്യായത്തിലാണ്. 4:20 ഇങ്ങനെയാണ് വായിക്കുന്നത്: യോർദാനിൽ നിന്ന് എടുത്ത 12 കല്ല് ജോഷുവ ഗിൽഗാലിൽ നാട്ടി ഇസ്രായേൽ മക്കളോട് പറഞ്ഞതെന്തെന്നാൽ, ഈ കല്ല് എന്ത് എന്ന് വരും കാലങ്ങളിൽ നിങ്ങളുടെ മക്കൾ പിതാക്കന്മാരോട് ചോദിച്ചാൽ ഇസ്രായേൽ ഉണങ്ങിയ നിലത്തുകൂടി ഈ യോർദാനിന് അരികെ കടന്ന് എന്ന് നിങ്ങളുടെ മക്കളോട് പറയണം. ഭൂമിയിലെ സകല ജാതികളെ യഹോവയുടെ കൈ ശക്തിയുള്ളതെന്ന് അറിഞ്ഞ് നിങ്ങളുടെ ദൈവമായ യഹോവ എന്നേക്കും ഭയപ്പെടേണ്ടതിന് ഞങ്ങൾ ഇക്കരെ കടപ്പാൻ തക്കവണ്ണം നിങ്ങളുടെ ദൈവമായ യഹോവ ഞങ്ങളുടെ മുമ്പിൽ ചെങ്കടൽ വറ്റിച്ചു കളഞ്ഞതുപോലെ നിങ്ങൾ ഇക്കരെ കടപ്പാൻ തക്കവണ്ണം നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളുടെ മുമ്പിൽ യോർദാൻ്റെ വെള്ളം വറ്റിക്കളഞ്ഞു. അപ്പോൾ നിന്നയുടെ കല്ല് മാറ്റിയിട്ട് ദൈവം തമ്പുരാൻ തൻ്റെ ജനതയെ കനാൻ ദേശത്തിലെത്തിക്കുകയാണ്. ഇന്നുവരെ നിന്ദിക്കപ്പെട്ട അവസ്ഥയിൽ അടിമത്വത്തിൽ നിന്ന് മാറ്റിയിട്ട് ദൈവത്തിൻ്റെ അവകാശത്തിലേക്ക് മാറ്റിയവൻ സർവശക്തനായ ദൈവമാണ്. അതിനെതിരായിട്ട് മനുഷ്യശക്തി നിൽക്കുന്നത് അതെപ്പോഴും ഉണ്ടാകും. അതാണ് യുദ്ധങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. സത്യം പറഞ്ഞാൽ ഇവിടെയൊന്നുമല്ല, ഭൂമിയിലൊന്നുമല്ല, വായുമണ്ഡലത്തിൽ ദ സെക്കൻഡ് ഹെവനിലാണ് യുദ്ധം നടക്കുന്നത്. ദൈവശക്തിയും ദുഷ്ടശക്തിയും കൂടെ. ഈ ദുഷ്ടാത്മാക്കൾ മനുഷ്യരിൽ കൂടെ പ്രവർത്തിച്ച് അവരലൈൻ ചെയ്യും, മനുഷ്യരും പിശാചുക്കളും കൂടെ. അതാണ് ഈ ദുഷ്ടശക്തികൾ വന്നിട്ട് സത്യദൈവത്തെ വിളിക്കുന്നതിന് വിപരീതമായിട്ട് അവർ സാമ്രാജ്യം ഉണ്ടാക്കാൻ നോക്കിയാണ്. അതുകൊണ്ടാണ് ലോകത്തിൻ്റെ പ്രഭു എന്ന ഒരു കാലം വരെ ഈ പിശാചിനെ വിളിക്കുന്നുവെങ്കിലും കർത്താവിൻ്റെ ക്രൂശിൻ്റെ സമയത്തോട് അത് പൂർത്തിയാക്കി. ഇറ്റ്സ് ഫിനിഷ്ഡ്. His authority is taken away by the power of the Holy Spirit. അത് മനസ്സിലാക്കണം. അത് പറഞ്ഞു പിടിപ്പിക്കാൻ പരിശുദ്ധാത്മാവുള്ള ശക്തി വരണം. കർത്താവ് ക്രൂശിൽ കിടന്ന് പറഞ്ഞ് ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞപ്പം ഈ ദുഷ്ടനെ അന്ന് ഇല്ലാതാക്കിയത്. കർത്താവ് പറയുന്നു, പാമ്പിനെയും തേളിനെയും ചവിട്ടാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. എത്ര പേരെടുക്കുന്നുണ്ട്? പാമ്പും തേളും, പാമ്പ് കടിച്ച് മനുഷ്യൻ മരിക്കുന്നെന്ന് വചനം അറിയുന്നിടത്ത് പാമ്പ് നമ്മളെ കാണുമ്പോൾ തിരിച്ചോടുക, അല്ലെ അവൻ്റെ കാലിനെ ചവിട്ടി അവൻ്റെ തല ചവിട്ടാനുള്ള അധികാരം അതിൽ ഉപയോഗിച്ചില്ലെങ്കിൽ, അതാണ് നമ്മുടെ സ്ത്രീയുടെ സന്തതി സർപ്പസന്തതിയെ മെതിക്കുമെന്നും സർപ്പം മനുഷ്യൻ്റെ കുതികാൽ, അതായത് കാലിൻ്റെ അടിവശത്തെ മിക്കപ്പോഴും പാമ്പ് കടിക്കുന്നതും കറക്റ്റല്ലേ? ഇന്നും സത്യമാണത്. പണ്ട് പറന്നു നടന്ന പാമ്പാണെന്ന് ഓർക്കണം ഇപ്പോൾ ഈ ഭൂമിയിൽ അഴിഞ്ഞ് നടക്കുന്നത്. ഇതൊക്കെ ഈ സത്യവേദ പുസ്തകത്തിൻ്റെ സത്യത്തിൽ കൂടെ നോക്കുമ്പം എവ്രിതിങ് ബിക്കംസ് വെരി ക്ലിയർ. വളരെ മനുഷ്യന് മനസ്സിലാക്കത്തക്ക വിധത്തിൽ തന്നെയാണ് എല്ലാം ദൈവം ചെയ്തു വെച്ച്. പിന്നെ എനിക്കിത് വേണ്ട എന്നുള്ള സ്വാർത്ഥമായ ചിന്ത വരുമ്പം പിന്നെ പിശാച് കയറിയിട്ട് പിന്നെ മനുഷ്യൻ കാണിക്കുന്ന എന്താണെന്ന് അറിയത്തില്ല. ഗിൽഗാൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഭാഗം ഒന്ന് വായിച്ചു നോക്കണം. ഈ 4-ാം അധ്യായത്തിൽ ഗിൽഗാലിനെ കുറിച്ച് പറയുമ്പം അതിന് ഇച്ചിരി മുൻപോട്ട് പഠിക്കുന്നത്, അതായത് ഏറ്റവും ഈ യോർദാൻ കൃഷി എടുക്കുന്ന സമയത്ത് യോർദാനിലെ വെള്ളം അങ്ങ് നിറഞ്ഞൊഴുകുന്ന സമയമാണ്. അത് ഈ 3-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ദൈവം ശത്രുക്കളെ മാറ്റിയിട്ട് സർവ്വഭൂമിയുടെയും നാഥനായ യഹോവയുടെ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ, യോശുവ 3:13, യോർദാനിലെ വെള്ളത്തിൽ ചവിട്ടുമ്പോൾ ഉടനെ യോർദാനിലെ വെള്ളം 2ആയി പിരിഞ്ഞിട്ട് മേൽ നിന്ന് ഒഴുകുന്ന വെള്ളം ചിറ പോലെ നിന്നു. അപ്പം ചെങ്കടൽ 2ആയിട്ട് വിഭജിച്ചു. ഇവിടെ മേൽവെള്ളം നിർത്തിക്കൊടുത്തു. നിയമപെട്ടകം ഉണ്ടോ, കർത്താവിൻ്റെ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ ജനത്തിനു മുമ്പായി പെട്ടകം ചുമന്നുകൊണ്ട് യോർദാൻ അരികെ വന്നു. കൊയ്ത്തുകാലത്തൊക്കെ യോർദാൻ തീരമെല്ലാം കവിഞ്ഞൊഴുകും. പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ കാല് വെള്ളത്തിൻ്റെ വക്കത്ത് മുങ്ങിയപ്പോൾ മേൽ വെള്ളത്തിൻ്റെ ഒഴുക്ക് നിന്നു. സാരദാനു സമീപമുള്ള ആദാം പട്ടണത്തിനരികെ ബഹുദൂരത്തോളം ചിറ പോലെ പൊങ്ങി.
അറാബിലെ കടലായ ഉപ്പുകടലിലേക്ക് ഒഴുകിയ വെള്ളം വാർന്നുപോയി. ജനം എറിഹോവിന് നേരെ മറുകര കടന്നു. യഹോവയുടെ നിയമപെട്ടകം ചുമന്ന പുരോഹിതന്മാർ യോർദാൻ്റെ നടുവിൽ ഉണങ്ങിയ നിലത്ത് ഉറച്ചു നിന്നു. ഇസ്രായേൽ ജനമൊക്കെയും യോർദാൻ കടന്നു തീരുവോളം ഉണങ്ങിയ നിലത്തുകൂടി കടന്നുപോയി. ഉണ്ടോ? യോർദാൻ മറുകര നടക്കാൻ വേണ്ടി യോർദാൻ കടന്നെങ്കിലേ ഇങ്ങേപ്പുറത്ത് ദൈവത്തിൻ്റെ വാഗ്ദത്ത ഭൂമിയിൽ കയറാനൊക്കത്തുള്ളൂ. അപ്പം ഇസ്രായേൽ ജനതയെ മിസ്രൈമിൻ്റെ ഫറോയിൽ നിന്ന് കൊണ്ടുവന്നുവെങ്കിലും ജോഷുവയാണ് വാഗ്ദത്തങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ജോഷുവ ഇവിടെ നമുക്ക് തടസ്സം നിൽക്കുന്നത് വെള്ളമാണ്. വീണ്ടും മറുകരയിൽ പോകാൻ വയ്യാത്തവണ്ണം വെള്ളം അത്ര ശക്തമായിട്ട് നിൽക്കുമ്പോൾ പുരോഹിതന്മാർ പേടകം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സമാഗമന കൂടാരം പിടിച്ചുകൊണ്ട് നിൽക്കുന്ന പേടകം പിടിച്ചുകൊണ്ട് നിന്നപ്പോൾ അവരുടെ ഉള്ളംകാല് വെള്ളത്തിന്മേൽ തൊട്ടപ്പോൾ ഒരു സൈഡിൽ മല പോലും ചിറ പോലെ വെള്ളം അങ്ങ് മാറിയെന്ന്. ചിറകെട്ടി നമ്മൾ വെള്ളം നിർത്തി നമുക്ക് ഡാം കിട്ടുന്നറിയാം. അതുപോലെ അദൃശ്യമായ ഒരു വോൾ അവിടെ വരികയാണ്. കാണാം, നമ്മുടെ പ്രശ്നങ്ങൾ എത്ര വലുതാണെങ്കിലും എൻ്റെ ദൈവത്തിൻ്റെ കാല്, കർത്താവ് നമുക്ക് വേണ്ടി വിശ്വാസം, ഇപ്പം നമ്മുടെ കാലമായിരിക്കാം, കർത്താവ് നിയോഗിച്ച പുരോഹിതൻ്റെ ആയിരിക്കാം, അല്ല നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ട്, അല്ലെ നമ്മുടെ കാലമായിരിക്കും. നമ്മൾ ആ കാലം അങ്ങോട്ട് വിശ്വസിച്ച് മുൻപോട്ട് വെക്കുമ്പോൾ ആരെ വഹിക്കുന്ന? പെട്ടകം വഹിക്കുന്ന പുരോഹിതന്മാർ. പഴയ നിയമത്തിൽ പുരോഹിതന്മാർ പെട്ടകം വഹിച്ചു. പുതിയ നിയമത്തിൽ നമ്മളാകുന്ന വ്യക്തികൾ പെട്ടകം വഹിക്കുന്നവൻ, യേശുവിനെ വഹിക്കുന്നവരായി മാറിയിരിക്കുന്നു. അബ്സല്യൂട്ട്ലി ട്രൂത്ത് അല്ലേ ഇത്? ക്രിസ്തു പറയുന്നു, നിങ്ങളാണ് എൻ്റെ ശരീരം. ദൈവത്തിൻ്റെ ആലയമായി നമ്മളെ മാറ്റിയിരിക്കുക. പഴയ കാലത്ത് പെട്ടകം പെട്ടകം കാണുന്ന ഫിസിക്കൽ റെലമിൽ കാണിച്ചു. ഇന്ന് നമ്മൾ ദൈവാത്മ എന്നിൽ വസിക്കുന്നു, നിങ്ങളിൽ വസിക്കുന്നു, കേൾക്കുന്ന അതുകൊണ്ടാണ് ചില അമ്മമാർ പ്രാർത്ഥിക്കുന്നത്, ഞാൻ ഈ കാര്യം പ്രാർത്ഥിച്ചിട്ട് നേടിയിട്ടേ ഉള്ളതെന്ന് ഒരു ഉപവാസ പ്രാർത്ഥന അങ്ങ് തുടങ്ങും. ആരും അറിയത്തില്ല. എൻ്റെ അമ്മയൊക്കെ 100 ദിവസമൊക്കെ ഉപവസിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ എന്നിട്ടും കിട്ടത്തില്ല. അപ്പോൾ അമ്മ ഞാൻ ചോദിക്കും, ഉപവാസം നിന്നില്ലേ? പറഞ്ഞില്ല, അടുത്ത ഉപവാസം തുടങ്ങുകയെന്ന് പറയും. അത്ര തീഷ്ണതയായിരുന്നു. ഒരൊറ്റ വ്യക്തികളുടെ ആശ്രയത്തിന് വേണ്ടി ഓടി നടന്ന് ഞാൻ കണ്ടിട്ടില്ല. അമ്മ നല്ല തെറമായിട്ട് പ്രശ്നങ്ങളുടെ പുറത്ത് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അകത്തിരുന്ന് പ്രാർത്ഥിച്ച് കാര്യങ്ങൾ നേടി ഞാൻ കണ്ടിട്ടുണ്ട്. ഓരോ സ്ത്രീകൾ എന്നെ വിളിച്ച് പറയുമ്പോൾ അവരുടെ നിസ്സഹായാവസ്ഥ കാണുമ്പം നമുക്ക് ഓടിച്ചെന്ന് സഹായിക്കണമെന്ന് ആഗ്രഹം വരും. കാരണം മറ്റുള്ളവർ കഷ്ടപ്പെടേണ്ട അങ്ങനെ ആഗ്രഹം. പക്ഷെ ഇവർ അതായത് അടിമത്വ സ്റ്റേജാണ്. അതിൽ നിന്ന് ഇവരെ ഈ മാനസികമായിട്ട് നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണെന്നൊന്ന് പഠിപ്പിച്ച് കൊണ്ടുവരണമെങ്കിൽ ടൈം എടുക്കും. നമ്മൾ എത്ര വചനം പറഞ്ഞാലും ഉടനെ അവർക്ക് തലേ കയർത്തുമില്ല. പക്ഷെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിപ്പോൾ കേൾക്കണം. അതുകൊണ്ടാണ് ഇന്നലത്തെ മന്ന പോരാ, ഇന്ന് പുതിയ മന്ന തരുന്നതിൻ്റെ റീസൺ അത്. കർത്താവിനോട് പറഞ്ഞു, എന്നും പുതിയ മന്ന കൊടുക്കുവീൻ. എളുപ്പമല്ല എല്ലാ ദിവസവും പുതിയ ദൂത് എടുക്കുക എന്ന് പറഞ്ഞാൽ. ഒരാൾ ഡെഡിക്കേറ്റഡായിട്ട് ഇരിക്കണം അങ്ങനെ കേൾക്കണമെങ്കിൽ. എനിക്കറിയാം പരിശുദ്ധാത്മാ തരുന്ന ഓരോ വാഗ്ദത്തങ്ങൾ ഓരോ കുടുംബത്തിനും ഓരോ വ്യക്തിക്ക് ഒരു വിടുതലിൻ്റെയാണ്. അപ്പം യോർദാൻ്റെ അടുക്കൽ കാല് ചവിട്ടിയപ്പം യോർദാൻ്റെ ഒരു ഒഴുകി വരുന്ന വെള്ളം ചിറ പോലെ നിൽക്കുന്നു. ഇവർ ഉണങ്ങിയ ദേശത്തോടു കൂടെ കടന്നു പോകുന്നു. അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി അവിടുന്ന് കല്ലെടുത്ത് വെച്ചിട്ട് അങ്ങനെ അവർ ഗിൽഗാലിൽ കല്ല് നാട്ടി എന്നാണ് നമ്മളെ കൊണ്ട് പറയുന്നത്. എനിക്ക് നോക്കിയാൽ വായിക്കാതില്ല. യോർദാനിൽ നിന്ന് എടുത്ത 12 കല്ല് ജോഷുവ ഗിൽഗാലിൽ നാട്ടി. ഇസ്രായേൽ മക്കളോട് പറഞ്ഞു തന്നാൽ ഈ കല്ല് എന്ത് എന്ന് വരുവാനുള്ള നിങ്ങളുടെ മക്കൾ പിതാക്കന്മാരോട് ചോദിക്കുമ്പം ദൈവം ചെയ്ത അതിശയത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണമെന്ന്. നമ്മളെന്താണ് കാണിച്ചു കൊടുക്കുന്നത്? നമ്മളെന്താണ് ദൈവത്തിന് വേണ്ടി ചെയ്യുന്നത്? ഗിൽഗാലിൽ നമ്മൾ ഈ വാട്ടർ ഓർ സ്റ്റോൺ, അതായത് ഗിൽഗാൽ എന്ന് പറഞ്ഞാൽ ബീൽ അല്ലെങ്കിൽ സ്റ്റോൺ എന്നതിൻ്റെ അർത്ഥം. എറിഹോയുടെയും യോർദൻ്റെ അടുക്കലാണ് ഈ സൈറ്റ്. ഇസ്രായേലിറ്റ്സ് എൻ്ററിങ് ദ കനാൻ ലാൻഡ്, അത് പ്ലേസ് ഓഫ് കവനൻ്റ് റിന്യൂവലാണ്. ഇസ്രായേൽ ജനത അവൻ്റെ വാഗ്ദത്ത ഭൂമിയിലേക്ക് കാലുകുത്തുന്നതാണ് ഗിൽഗാലിൻ്റെ പ്രശംസ. കീ ആസ്പെക്ട്സ് ഓഫ് ഗിൽഗാൽ: ഗോഡ് റോളിങ് അവേ ദ റിപ്രോച്ച് ഓഫ് ഈജിപ്റ്റ്. അതായത് ഈ അടിമത്വത്തിൻ്റെ മുഖം ഒട്ടിച്ചു കളയുന്നതിൻ്റെ ഓർമ്മയാണ്. എ സൈറ്റ് ഓഫ് കമ്മമറേഷൻ ഓഫ് 12 സ്റ്റോൺസ്. 12 കല്ലുകൾ, ഓരോ ഗോത്രത്തിനും ഓരോ കല്ലെടുത്തിട്ട് അവിടെ നാട്ടിവെക്കുകയാണ്. അവിടെ ഗിൽഗാലിലാണ് അത് നാട്ടിവെച്ചത്. ഇറ്റ്സ് എ കവനൻ്റ്, ദൈവവുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ സർക്കംസിഷൻ. അതായത് മരുഭൂമിയിൽ യാത്ര ചെയ്തവർ ദൈവവുമായിട്ട് വീണ്ടും ഒരു അഗ്രചർമ്മ ശുശ്രൂഷ അവിടെ ചെയ്യിപ്പിക്കുകയാണ്. ഇതൊക്കെ ശരിയാണ്. അവിടെ വെച്ചാണ് ഒരു ദൈവത്തെ വീണ്ടും സ്തുതിക്കാൻ തുടങ്ങി. വർഷിപ്പ് ആൻഡ് ലീഡർഷിപ്പ്. എ ക്രൂഷ്യൽ ബേസ് ഫോർ ജോഷുവാസ് ആർമി സെർവ്ഡ് ആസ് എ മേജർ സെൻറ്റർ ഫോർ വർഷിപ്പ് ആൻഡ് സാക്രിഫൈസ്. എന്താണ് പ്രോഫറ്റിക് സിഗ്നിഫിക്കൻസ്? ഈ ഗിൽഗാൽ എന്ന് പറയുന്നത്
ഈ ദൈവത്തിൻ്റെ ആത്മാവിൽ നമ്മുടെ ശാപങ്ങളെ മാറ്റി അനുഗ്രഹമാക്കുന്ന സ്ഥലമാക്കുകയാണ്. ട്രാൻസിഷനാണ്. ഇവിടെ ഈ ഏലിയാ പ്രവാചകൻ ഏലിയാവും എലീഷായും കൂടെ ചവിട്ടി നിൽക്കുന്ന ഭാഗമുണ്ട്. അപ്പോൾ ഈ ഗിൽഗാൽ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ചവിട്ടുക എന്ന് പറയുമ്പം എൻ്റെയും നിങ്ങളുടെയും മേലുള്ള നിന്ദകൾ ദൈവം അഴിച്ചു, നിന്ന മാറ്റിയിരിക്കുന്നു, കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നു. കർത്താവ് ക്രൂശ് മരണം കഴിഞ്ഞിട്ട് കല്ല് ആരും ഉരുട്ടിയും ദൂതന്മാർ ഉരുട്ടി മാറ്റി, അല്ലാതെ മനുഷ്യരൊന്നുമല്ല. നമ്മുടെയൊക്കെ ഭാരങ്ങൾ കർത്താവ് ഉരുട്ടി മാറ്റുകയാണ്. വിശ്വസിച്ച് മുൻപോട്ട് പോവാ. നിങ്ങളുടെ കാലുകൾ ഗിൽഗാലിലേക്ക് ചവിട്ടി വെക്കുക. ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അവൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. പ്രാപിച്ചെടുക്കുക. എൻ്റെ ആത്മാവ് പുഷ്ടി പ്രാപിക്കട്ടെ, എൻ്റെ ദേഹി അത് മനസ്സിലാക്കട്ടെ, എൻ്റെ ശരീരം അതിനെ അനുസരിക്കട്ടെ. എന്തിനെ? ആത്മാവിനെ. ദാറ്റ്സ് ദ ഓർഡർ. അത് തെറ്റല്ല. ആ ഓർഡർ ശരിയാക്കി തന്നിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, എൻ്റെ നിന്ന മാറ്റിച്ച ദിവസം, എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആ വലിയ സമുദ്രം പോലെ പൊങ്ങി വന്ന ഭാരങ്ങൾ എൻ്റെ തലയ്ക്ക് മീതെ ഇപ്പം കയറിപ്പോകുമെന്ന് ഞാൻ വിചാരിച്ചത് ഒക്കെ അപ്പച്ചൻ കൈ ഉയർത്തി നിർത്തി. ഗിൽഗാൽ ആ ഉയർത്തിയത് തന്നെയല്ല, ആ ഭാരസ്ഥലത്തുനിന്ന് അവിടുന്ന് ഞങ്ങൾ 12 കല്ലും കൂടെ പെറുക്കിയെടുത്ത് വെച്ച് ഒരു സ്തൂപം പോലെ ഞങ്ങളത് മാറ്റി വെച്ചിരിക്കുകയാണ്. എന്തിനാണിത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ജോഷുവ പറഞ്ഞു കൊടുക്കുന്നു. എൻ്റെ അടുത്ത തലമുറ ചോദിക്കും, ഈ കല്ലുകൾ എന്തിനാണ് നാട്ടിയതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഞാൻ പറയണം, എൻ്റെ ദൈവം എങ്ങനെയാണ് ശത്രുവിൻ്റെ പക്ഷത്തു നിന്ന് നിന്ന മാറ്റി ഇസ്രായേലിൻ്റെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവരിക തന്നെയല്ല, ശത്രുവിനെ മുഴുവൻ തോൽപ്പിച്ച് നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ കനാൻ ദേശം തരാൻ വേണ്ടി ദൈവം ചെയ്ത അതിശയങ്ങൾ. അങ്ങനെ ദൈവത്തിൻ്റെ മഹത്വം പറഞ്ഞു കൊടുക്കുവാൻ ഇന്നും ജനത, കർത്താവേ നീ ആത്മാവിൽ ഉണർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അടുത്ത തലമുറകൾ ഞങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്യുന്ന നന്മകൾ ശക്തിയോടെ പറയാൻ ഞങ്ങൾക്ക് കൃപ തരണം. മുൻ തലമുറകളെ നോക്കിക്കണ്ട് പരിപാലിച്ച ദൈവം ഞങ്ങളെയും പരിപാലിച്ചവൻ അടുത്ത തലമുറയും പരിപാലിക്കും. അവിടുത്തെ വിശ്വസ്തതയാണ് തലമുറകളുടെ ദൈവം എഴുന്നള്ളി വന്നിരിക്കുന്നു. അതാ മുൻ നിയമങ്ങൾ ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് ഒരു നിഴലായിട്ട് നിൽക്കുന്നുവെങ്കിൽ പുതിയ നിയമമായപ്പോൾ ഞങ്ങൾ ദൈവത്തിൻ്റെ പേടകമായി മാറിയിരിക്കുക. എൻ്റെ ആത്മാവ് ഞങ്ങളിൽ വസിക്കുന്നതിനാൽ ഞങ്ങൾ ശത്രുവിൻ്റെ പക്ഷത്തെ കണ്ട് പേടിക്കാതെ ധൈര്യമായിട്ട് പേടകം കർത്താവിനെ വഹിക്കുന്നവരായിട്ട് നമ്മുടെ കാലുകൾ യോർദാൻ്റെ അടുക്കൽ കൊണ്ടുവെക്കണം. ചെങ്കടലിൻ്റെ മുമ്പിൽ നിന്ന് മാറട്ടെ എന്ന് പറയാനുള്ള ശക്തി തരണം. അടുത്ത തലമുറകളിന്മേൽ ദൈവത്തിൻ്റെ നദി, ജീവൻ്റെ നദി, ഈ മരുഭൂമി യാത്രയിൽ അലഞ്ഞു നടക്കുന്ന കുഞ്ഞുങ്ങൾ നിൻ്റെ വെളിച്ചമയക്കുന്നതിന്, നിൻ്റെ വെട്ടമയക്കുന്നതിൻ്റെ വെള്ളം ജീവനെ അയച്ച് ജീവപ്രകാശം കൊണ്ട് നീ നിറയ്ക്കുന്നതിന് സ്തോത്രം. ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുന്ന സ്നേഹത്തിന് നന്ദി. ആത്മാവിൽ തീഷ്ണതയുള്ളവരായിട്ട് ജീവിക്കട്ടെ. ഞങ്ങളെയൊക്കെ അങ്ങനെ ആക്കിയെടുക്കുന്ന സ്നേഹത്തിന് നന്ദി. ഇത്ര വലിയവനായൊരു ദൈവത്തെ ഈ ഭൂമിയിൽ വെച്ച് സെർവ് ചെയ്യാൻ, നിന്നെ മാനിപ്പിക്കാൻ, കർത്താവേ നിൻ്റെ മഹത്വം പറയാൻ ഞങ്ങളെടുത്ത് ഉപയോഗിക്കുന്നതിന് നന്ദി പറയുന്നു. സകല മഹത്വവും നിനക്ക് തന്നെ. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.